റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമായത് ഈ കാലഘട്ടത്തിലാണ്. അതിന് കാരണമായത് ഒരു നിലയ്ക്ക് അബൂജഹലാണ്. അബൂജഹൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയുടെ അരികിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൂട്ടുകാർക്ക് മുൻപിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു, വൃത്തികെട്ട ആക്ഷേപങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിശബ്ദത പാലിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല, അവിടുന്ന് മിണ്ടാതിരുന്നു. അബൂജഹൽ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾക്ക് മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ അവരുടെ അടിമ സ്ത്രീകളിൽ ഒരാളായിരുന്ന ഒരു സ്ത്രീ അവൾ കണ്ടു. അവൾ കഅബയുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ മക്കയിലെ വലിയ പ്രമാണിയായിരുന്നു. അയാളുടെ അടിമ ഒരു സ്ത്രീ അവൾ ഈ കാഴ്ച മുഴുവൻ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കുന്ന അബൂജഹൽ കേട്ടാൽ അറക്കുന്ന വൃത്തികേടുകൾ പറയുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം തൻ്റെ വേട്ട കഴിഞ്ഞ് തൻ്റെ അമ്പും വില്ലുമെല്ലാം ശരീരത്തിൽ തൂക്കിയിട്ടുകൊണ്ട് അദ്ദേഹം കഅബയുടെ അരികിൽ വന്നു. അപ്പോൾ ഈ സ്ത്രീ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ലൗ റഅയ്ത മാ ലഖിയ ഇബ്നു അഖീക മുഹമ്മദ് ആനിഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിൽ നിന്ന് നേരിട്ട പ്രയാസം നീ കണ്ടിരുന്നെങ്കിൽ ഹംസ, എത്ര മോശമായിട്ടാണ് അവർ മുഹമ്മദിനോട് പെരുമാറിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന അർത്ഥത്തിൽ. ഇത് കേട്ടപ്പോൾ, കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് കടുത്ത ദേഷ്യം വന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഈ ആയുധം അത് ശരീരത്തിലുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം അബൂജഹലിൻ്റെ അരികിലേക്ക് കയറി ചെന്നു. അവൻ ആളുകൾക്കിടയിൽ കൂട്ടം കൂടി അവൻ അതിനിടയിലിരിക്കുകയാണ്. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ലുകൊണ്ട് അബൂജഹലിൻ്റെ തലക്ക് നേരെ പോയി ഒരു അടി കൊടുത്തു. അത് അവൻ്റെ ശരീരത്തിൽ വലിയ മുറിവുണ്ടാക്കി. ആളുകൾ അവനെ പിടിച്ചു മാറ്റി തടഞ്ഞു വച്ചു. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ മാറ്റി നിർത്തി. ഹംസ റളിയല്ലാഹു അൻഹു ആ ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അതശ്തുമു ഇബ്ന അഖി, നീ എൻ്റെ പിതാവിൻ്റെ സഹോദരപുത്രനെ നീ ചീത്ത പറയുകയാണോ? ആളുകൾക്ക് മുന്നിൽ വെച്ച് മോശം പറയുകയാണോ? വഅന അലാ ദീനിഹി അഖൂലു മാ യഖൂൽ, എങ്കിൽ ഞാനും അവൻ്റെ ദീനിൽ തന്നെയാണ്, മുഹമ്മദ് പറയുന്നതെല്ലാം ഞാനും പറയുന്നുണ്ട്. ഫറുദ് അലയ്യ ദാലിക ഇൻ ഇസ്തതഅത, മുഹമ്മദിനോട് പറഞ്ഞത് നിനക്ക് സാധിക്കുമെങ്കിൽ നീ എന്നോട് പറ. അബൂജഹൽ ഹംസയാകട്ടെ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബും ഹംസയും ഖുറൈശികൾക്കിടയിൽ ശാരീരികമായ ശേഷി കൊണ്ടും അവർക്കിടയിൽ ധൈര്യം കൊണ്ടുമൊക്കെ അറിയപ്പെട്ട ആളുകളാണ്. അവർക്കെതിരെ നിൽക്കാൻ ധൈര്യമില്ല, ആർക്കും ധൈര്യമില്ല. ഹംസ പറഞ്ഞു, നീ മുഹമ്മദിനോട് പറഞ്ഞത് എന്നാൽ എന്നോട് പറ, ഞാനും അവൻ്റെ ദീനിലാണ്. ദേഷ്യത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ആളുകൾ അബൂജഹലിനെയും ഹംസയെയും പിടിച്ചു മാറ്റി. ആളുകൾക്ക് മുന്നിൽ വെച്ചാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയത് മുതൽ മനസ്സിൽ അദ്ദേഹത്തിന് ആകെ ആശയക്കുഴപ്പം. ആളുകൾക്ക് മുന്നിൽ വെച്ച് ഇത് പറയുകയും ചെയ്തു. എന്നാൽ എൻ്റെ പിതാവും എൻ്റെ കുടുംബവും എൻ്റെ തറവാടുമെല്ലാം സ്വീകരിച്ചിട്ടുള്ള മതം ഉപേക്ഷിച്ച് ഞാനൊരു പുതിയ മതത്തിലേക്ക് പോയാൽ എന്താകും? ആ രാത്രി മുഴുവൻ അദ്ദേഹം ആശയക്കുഴപ്പത്തിലാണ് കഴിച്ചുകൂട്ടിയത്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ് എങ്കിൽ, ഇത് ശരിയായ മാർഗമാണ് എങ്കിൽ എന്നെ ആ മാർഗത്തിലേക്ക് നീ നയിക്കണമേ, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അങ്ങനെ രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് ചെന്നെത്തി. കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഖുർആനിലെ ആയത്തുകൾ കേൾപ്പിച്ചു കൊടുത്തു, അദ്ദേഹത്തെ മനസ്സിന് സമാധാനം നൽകുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഹംസ മുസ്ലിമായി റളിയല്ലാഹു അൻഹു.
ഇതാണ് ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകാനുള്ള കാരണമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട സംഭവം. ഒരു നിലയ്ക്ക് അതിന് കാരണമായത് അബൂജഹലാണ്.